ശിവൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ തെളിയുന്നൊരു രൂപമുണ്ട്. എന്താണെന്ന് അറിയാമോ? ശിവനെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തെളിയുന്നൊരു രൂപം എന്ന് പറഞ്ഞാൽ ജടാധാരിയായിട്ടുള്ള, അല്ലെങ്കിൽ പാമ്പിനെ മാലയായിട്ട് ധരിച്ചിട്ടുള്ള, പുലിത്തോലൊക്കെ അണിഞ്ഞൊരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ശിവനെ സംഹാരമൂർത്തിയായിട്ടാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ കണക്കാക്കിയിരിക്കുന്നത് കേട്ടോ. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ശിവനെ സംഹാരമൂർത്തിയായിട്ടാണ് പറയുന്നത്. അതുപോലെ ശിവന് മറ്റൊരു പേരുണ്ട്, മഹാദേവൻ കേട്ടോ. മഹാദേവൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതുപോലെ മഹാദേവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പറയുന്നത് ആ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രകോപിയും ആണെന്നാണ്. അതും സംഹാരമൂർത്തിയായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ ശൈവാരാധന വളരെ പ്രശസ്തമാണ്. ശൈവാരാധന അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, കൂടുതലും ശിവക്ഷേത്രങ്ങളാണ്. ശിവക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളുമാണ് അതൊക്കെ കൂടുതലുള്ളത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മഹാദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ദേവന്മാരോടോ അല്ലെങ്കിൽ അസുരന്മാരോടോ ഒന്നും യാതൊരു പക്ഷപാതങ്ങളും കാണിച്ചിട്ടില്ല. ദേവന്മാരോടും അസുരന്മാരോടും ഒക്കെ മഹാദേവനോട് ഒരേ ഭാവമാണുള്ളത്. പക്ഷേ തന്നെ ആരാധിക്കുന്നവർക്ക്, തൻ്റെ ഭക്തന്മാർക്ക് എന്തു വരവും നൽകുന്ന ഒരു ഇഷ്ടമൂർത്തിയാണ് ആര്? തൻ്റെ ഭക്തന്മാർക്ക് എന്തും നൽകുന്ന ആളാണ് ആര്? മഹാദേവൻ കേട്ടോ. ഭക്തന്മാരെ തൻ്റെ ഹൃദയത്തിലേറ്റുന്ന ഒരാളാണ് മഹാദേവൻ. ഭക്തന്മാർക്ക് എന്തും നൽകും കേട്ടോ. ഭക്തന്മാർക്ക് എന്ത് വരവും ആര് നൽകും? മഹാദേവൻ നൽകുമെന്നാണ്. കാരണം മഹാദേവൻ പാർവതീദേവിയോട് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ഏറ്റവും വലുത് തൻ്റെ ഭക്തന്മാരാണ് എന്ന് മഹാദേവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം മഹാദേവന് എല്ലാവരോടും എന്താണ്? സമഭാവനയാണ്. ആരോടും യാതൊരു പക്ഷപാതങ്ങളില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പക്ഷേ ഇത് എന്നിരുന്നാലും മഹാദേവൻ നന്മയുടെ മൂർത്തിമദ്ഭാവമാണ് കേട്ടോ. ഇഷ്ടവരങ്ങളൊക്കെ ആർക്ക് നൽകിയാലും ആ നന്മയെ വിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ നന്മയെ വിട്ട് പ്രവർത്തിച്ചാൽ ഭഗവാൻ മഹാദേവൻ അതിനെതിരാകുമെന്നാണ് കേട്ടോ. മഹാദേവൻ നന്മയുടെ സ്വരൂപമാണ്. നന്മയുടെ സ്വരൂപമാണ് ആര്? മഹാദേവൻ. അതുപോലെ തന്നെ മാമുനിമാരുടെയൊക്കെ രക്ഷാമന്ത്രമാണ് ഓം നമ ശിവായ. മാമുനിമാരുടെ രക്ഷാമന്ത്രം ഓം നമ ശിവായ. ഓം നമ ശിവായ എന്നതൊരു പഞ്ചാക്ഷരി മന്ത്രമാണ്. അതുപോലെ ഇന്ത്യയിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളാണ് വാരണാസി, അതുപോലെ തന്നെ കേദാർനാഥ്, അതുപോലെ തന്നെ ഉജ്ജയിനി തുടങ്ങിയവ.